അങ്ങനെ 1000 സബ്സ്ക്രൈബ് കിട്ടി, 4000 വാച്ചവേഴ്സും കിട്ടിയല്ലോ. അങ്ങനെ ഇരിക്കവേ ഞാൻ ഓരോരുത്തരോട് വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട്, പക്ഷെ സൗണ്ട് കുറവാന്ന് പറയും. ചിലർ പറയും സൗണ്ട് കുറവാണ്, ചിലർ പറയും കല്യാണം വീട്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ തലയും പാലും കാണുന്നില്ല, കാലും കാണുന്നില്ല എന്ന് പറയും. ഞാൻ ഓരോ ഫംഗ്ഷൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നിൽക്കുന്ന ആരെങ്കിലും അറിയാവുന്ന, ഇപ്പോഴത്തെ പിള്ളേർ എല്ലാം മിടുക്കന്മാരാണല്ലോ, അറിയാത്ത ആരുമില്ലല്ലോ, എല്ലാം അറിയാവില്ല, അങ്ങനെ കൊടുക്കും കേട്ടോ. ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മാറുമ്പോൾ ചിലപ്പോൾ തലയും കാലും കാണാതാകും. അങ്ങനെ ഒരുപാട് തെറ്റുന്നുണ്ട് കേട്ടോ. പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ, ഇനി എത്രത്തോളം പഠിക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സമാധാനം പറയും. ഒരു ശബ്ദമില്ലല്ലേ, എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാനുള്ള കഴിവില്ല കേട്ടോ. അന്നേരം ഞാൻ എന്ത് ചെയ്ത്, ഒരു ബിന്ദു ദുബൈയിൽ നിന്ന് എനിക്ക് കോളർ മൈക്ക് വാങ്ങിച്ചു തന്നു. അതാണ് ഈ സംഭവം. ആ ഫോണിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കോളറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും നല്ല ശബ്ദമുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഓരോ സ്റ്റെപ്പായിട്ട് ഒരുപാട് പാടുപെട്ടാണ് ഇത്രത്തോളം വന്നിട്ടുള്ളത്. എന്തായി, പറഞ്ഞതെല്ലാം കിട്ടി. അപ്പം നാളെ തൊട്ട് പൈസ വരാം, കാത്തിരിക്കാം എന്ന് കണ്ടപ്പോൾ എന്തായി അവിടെ. അപ്പോൾ തന്നെ എനിക്ക് 2,30,000 വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണക്ക് കൂട്ടുക എത്ര ഡോളർ കിട്ടുമെന്നുള്ളത്. അപ്പോഴാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നത് മെസ്സേജ്, ഇത്രയും ഉള്ള കണ്ട വ്യൂസ് ഒന്നും നിങ്ങൾ കണക്കിലെടുക്കത്തില്ല, ഇനി വരാൻ പോകുന്ന വ്യൂസിൻ്റെ 1000 വ്യൂസ് കണ്ടെന്നുണ്ടെങ്കിൽ 5 രൂപ തരുമെന്ന് വരും. എനിക്ക് സങ്കടം വരുന്നുണ്ട്, അത്ഭുതം വരുന്നുണ്ട്, എന്താ ചെയ്യുക എന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിനെ പറ്റി ഞാൻ ചോദിച്ചാൽ ആർക്കും, എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ യൂട്യൂബിനെ പറ്റി അറിയത്തില്ല. ആരോട് ചോദിക്കാനാണ്, ആര് ചോദിച്ചാലും അറിയത്തില്ല. ശരി, നേരം ഓരോരുത്തർ പറയും നിർത്തണ്ട കേട്ടോ, നടന്നോട്ട്, നമുക്ക് പൈസക്കാളും വലുതല്ലേ, എല്ലാവരും കാണുന്നില്ലേ, ഇഷ്ടപ്പെടുന്നില്ലേ, എന്നാ ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര സമയമാവുമെന്ന് അറിയാവോ? അത് എടുത്തു കഴിഞ്ഞിട്ട് എടുത്തെല്ലാം കൊള്ളാവോ, സംസാര രീതി കൊള്ളാവോ, അത് ഒന്നും കൂടെ ഞാൻ ഇട്ട് നോക്കും. തൃപ്തി ആയില്ലെന്നുണ്ടെങ്കിൽ 1-2 കട്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം കൂടെ ഫിൽമോറ വഴി എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ട് തെറ്റുപറ്റോ നോക്കണ്ടേ, ആദ്യം തൊട്ടേ കേൾക്കാൻ തുടങ്ങും. ഇടയ്ക്ക് എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, വീണ്ടും ആവർത്തിച്ച് എടുത്ത് വീഡിയോ എല്ലാം ജോയിൻ്റ് ആക്കി ഇടുക. അങ്ങനെ 1-2 മണിക്കൂർ പോകും കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പം കൂടെ ആയിരിക്കാം കേട്ടോ. അല്ല 30-40 വയസ്സുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം പഠിക്കേണ്ടയും പെട്ടെന്നെല്ലാം ഇതുമായിരിക്കും. എനിക്കിത് ഭയങ്കര മകം മറിക്കുന്ന പോലെ ഓരോ പ്രാവശ്യം ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരിപ്പാണ് വ്യൂസ് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണം എല്ലാ മാസം കാണത്തില്ലല്ലോ, പലപ്പോഴേ കാണത്തുള്ളൂ. അതിൻ്റെ വ്യൂസാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. അന്നേരം ഒരു അനിയത്തി, എനിക്ക് ഒരുപാട് അനിയത്തിമാർ, ഒരുപാട് മക്കൾ, ഒരുപാട് ബന്ധുക്കളുണ്ട് കേട്ടോ. അതിലൊരു അനിയത്തി പറഞ്ഞു, പാചകം അറിയാമല്ലോ, പാചകം ഇട്ടൂടെ കല്യാണം ഇല്ലാത്ത ദിവസങ്ങളിൽ. പാചകം ഇടാൻ തുടങ്ങി. ഒരു കയ്യിൽ ഫോണ്, മറ്റേ കയ്യിൽ പാചകം കാണിക്കുക. ചില സമയത്ത് കുറച്ച് പ്രയാസമാണ്. എന്നാണ് എൻ്റെ ചെറുമോൾ വന്നിട്ട് എനിക്ക് ഈ സ്റ്റാൻഡ് എനിക്ക് തന്നത്. ഞാൻ ആ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് എടുക്കാൻ തുടങ്ങി കേട്ടോ. അതേ സമയത്ത് ഒരു കോൾ വന്നു പോയെങ്കിൽ ഞാനത് അറിയുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടേ അടുപ്പത്ത് ഓരോന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത്തിരി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്താ, അതിനൊന്നും വീഡിയോ ആയിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ഫോൺ വന്നു പോയാൽ വീഡിയോ ആക്റ്റീവ് അല്ല എന്നുള്ളത്. എന്നൊരു സ്റ്റാൻഡ് നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡ് മാറ്റി വെച്ചിട്ട് ഇടത്തേക്ക് ഫോൺ പിടിക്കുക. ഇടത്തേക്ക് ഫോൺ വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ല കോൾ വരുന്നത്. നമുക്ക് അന്നേരം ഒന്ന് കോൾ കട്ട് ചെയ്യുക, ആദ്യം കോളാണെങ്കിൽ സംസാരിക്കുക, വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങുക. അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. ഒരു വിധത്തിൽ ഓരോന്ന് ചെറുതായിട്ട് പഠിച്ച് ചിലതൊക്കെ
എൻ്റെ കൊച്ചുമക്കളുടെ അടുത്ത് ചോദിച്ച് അങ്ങനെയെന്ന് അവർ പറഞ്ഞു തരും. കുറച്ചൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. കല്യാണമൊക്കെ വരുമ്പോഴും നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ $1 കിട്ടും. ഒരു ബന്ധു വിളിച്ച് പറഞ്ഞു, നിങ്ങളിടുന്ന വീഡിയോയിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരാൻ തുടങ്ങിയല്ലോ, അങ്ങനെ ആയാലും നിങ്ങൾക്ക് ഉടനെ പൈസ കിട്ടുമെന്നാണല്ലോ കേട്ടത്. ഞാൻ മനസ്സിനകത്ത് ചിരിക്കുക. അവർ $100 വന്നാലേ പൈസ തരത്തുള്ളൂ എന്ന കാര്യം അവർക്കറിയില്ലല്ലോ. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് എന്നെ ഇടാൻ തുടങ്ങിച്ച ചില വീഡിയോയിൽ 3 പ്രാവശ്യം ഇടുന്നുണ്ടല്ലോ. ഇട്ടാൽ പോരല്ല, നിങ്ങൾ കണ്ടാലല്ലേ എനിക്ക് പൈസ തരത്തുള്ളൂ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണണം, അങ്ങനെയാണ് എനിക്ക് പൈസ കിട്ടും. ഇപ്പോൾ ആർക്കാ ക്ഷമയുള്ളത്? 10 മിനിറ്റ് ഞാൻ സാധാരണയായിട്ട് ഒരു കൂട്ടാൻ വെക്കാനായിട്ട് എടുക്കും. ആദ്യകാലം എടുക്കുമായിരുന്നു. അന്നേരം ഒരു ബന്ധു വിളിച്ച് പറഞ്ഞു, ഇത്ര നേരത്തെ നീട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഷോർട്ടായിട്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ റെസിപ്പി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അന്നേരം എന്തെല്ലാം കുറയ്ക്കാം ഇങ്ങനെ ആലോചിച്ച് കുറച്ച് 6 മിനിറ്റ് 7 മിനിറ്റ്, ചിലതൊക്കെ അത്രയും പറ്റത്തില്ല കേട്ടോ. കഴിയുന്നതും 6-7 മിനിറ്റിന് നിർത്തുമോ ഞാൻ. അത് അവരെ വിളിച്ച് ചോദിക്കും, ഇപ്പം എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? ഇത് മതി കേട്ടോ. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാകും. അതായത് 10-18 വയസ്സ് കുട്ടികൾ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അത് കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് വെളിയിൽ പോകുന്ന പിള്ളേർ, ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്ക്, അവർ അവധി കാലത്ത് വീട്ടിൽ വരുമ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാകും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇടുന്ന എല്ലാം ഓരോന്നായിട്ട് കാണിച്ച് 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, കാണുന്നവർ കണ്ടോട്ടെ. ഞാൻ ഇടുന്ന എല്ലാമേ ഇനി വരുന്ന എൻ്റെ കൊച്ചുമക്കളും അവരുടെ മക്കളുടെ കാലത്ത് തന്നെ എപ്പോഴായാലും ഈ റെസിപ്പി അവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. കാണുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാകണം. വെറുതെ ഓടിച്ചിട്ട് കുറച്ച് കാണിക്കാതെ ചില വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ, ശബ്ദമേ ഇല്ല, ഓരോന്നും ഇളക്കി എല്ലാം കഴിഞ്ഞ് കറി വെച്ചു. എന്തൊരു വീസാ പോകുന്നത്. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് പതുക്കെ പറഞ്ഞ് കാണിക്കുന്നു. വീഡിയോസ് ആർക്കും വേണ്ട. അങ്ങനെ ആയപ്പോൾ ഇപ്പം ഞാനും മിനിറ്റ്സ് കുറച്ചിട്ട് ഒരു 6 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ ആക്കി. എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി. നിങ്ങളുടെ സഹായമല്ലേ എനിക്ക് വേണ്ടത്. എനിക്ക് വ്യൂസ് കിട്ടണ്ടേ? ഞാൻ കാത്തിരിപ്പ. എന്നാ $100 വരാൻ പോകുന്ന കാത്തിരിപ്പ. അന്നേരം എൻ്റെ മോൻ പറഞ്ഞു, അതായത് യൂട്യൂബ് തുടങ്ങാൻ എനിക്ക് ഉത്സാഹം കാണിച്ച മോൻ പറഞ്ഞു, ഇത്രയും കിട്ടിയാ? എന്തൊരു ലക്കാ. എനിക്ക് നാണക്കേടാ മോനെ, പുറത്ത് പറയല്. എന്ത് നാണക്കേടാ ഇരിക്കുന്നത്? ഇരിക്കട്ടെ, ഫേസ്ബുക്കിൽ പോയിരുന്ന ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ നമുക്ക് ക്രെഡിറ്റ് അല്ലേ. കണ്ടിന്യൂ ചെയ്തോന്ന് പതുക്കെ വ്യൂസ് വരും. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക. തെറ്റൊന്നുമില്ലല്ലോ, അപ്പം ഞാൻ വായിച്ച് മനസ്സിലാക്കിക്കോളാം. പിന്നെ എൻ്റെ ഇത്ര സങ്കടങ്ങൾ പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എൻ്റെ അവസ്ഥ കണ്ടില്ലേ? എത്രത്തോളം കാത്തിരുന്നറിയാവോ? ഇത്രയും പാടുപെട്ട് എടുത്തിട്ട് ഇന്നിപ്പോൾ എത്രയാണ്? 1412 സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്. 10 മാസമായി ഞാൻ തുടങ്ങിയിട്ട്. ചിലർക്കൊക്കെ 1 വർഷമാകുമ്പോൾ പൈസ വന്നുകൊണ്ടിരിക്കുകയെന്ന് വാസ്തവം കേട്ടോ. ഞാൻ ചില വീഡിയോസെല്ലാം കാണുന്നുണ്ട് കേട്ടോ. 1 lakh വ്യൂസാണ് വരുന്നത്. എനിക്ക് ആകെ മൊത്തത്തിൽ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചരി കൊണ്ടുള്ള കൊണ്ടാട്ടം. അതിന് മാത്രം 6400 വ്യൂസ് വന്നിട്ടുണ്ട്. അത് ഒന്നേ ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ റെസിപ്പി ഇടുന്നുണ്ട്, വേറെ ഒന്നിനും ഇത്ര വ്യൂസ് വന്നിട്ടില്ല. പിന്നെ കല്യാണത്തിൻ്റെ അതൊക്കെ വരുമ്പോൾ 3000, 2000, 1000 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. എൻ്റെ റെസിപ്പിക്കാണ്. എന്താ കാര്യം? 6 വർഷം മുമ്പേ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ നമുക്കത് അറിയത്തില്ലായിരുന്നു. വർഷങ്ങളും വയസ്സെല്ലാം വേസ്റ്റായിപ്പോയി. അന്ന് തുടങ്ങിയത് മതിയായിരുന്നു. അപ്പം എല്ലാവരും കണ്ട് മടുത്തിരിക്കും. ഞാൻ എൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ ഇടുന്ന എല്ലാം എൻ്റെ തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ എൻ്റെ അമ്മൂമ്മ എനിക്ക് കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്, ബന്ധുക്കൾ കാണിച്ചു തന്നത്, പറഞ്ഞു തന്നിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്.
എല്ലാമേ ചിലവ് ചുരുക്കിയിട്ടുള്ളതാണ്, ടേസ്റ്റ് കൂടുതലാണ്, ദേഹത്തിന് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാൻ ഇടുന്ന റെസിപ്പിയെല്ലാം ഒന്നും തന്നെ മസാല അങ്ങനെ ഇങ്ങനെ സാധനം ഒന്നും അതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല, പക്ഷെ ടേസ്റ്റ് കൂടുതലാണ്. ഒരുപാട് ചുരുക്കി 2 പേർക്കുള്ളത്. അന്നേരം ഒരു അനിയത്തി എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനും ഞങ്ങൾ 2 പേരാ ഇത്ര വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ഇങ്ങനൊരു പാചകം ഞാൻ കണ്ടിട്ടേ ഇല്ല. ചേച്ചി കാരണം ഞാനിതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു മിച്ചപ്പെടുത്താൻ പറ്റി എനിക്ക്. ഇല്ലെങ്കിൽ എന്തുവാ അത് തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുക, തീരെ കഴിക്കാൻ വയ്യാതെ വരുമ്പോൾ ദൂരെ കളയുക, എന്തോ ഒരു വേസ്റ്റാക്കി ഞാൻ. നിങ്ങൾ ആദ്യമേ തുടങ്ങിക്കൂടായിരുന്നു എന്ന് ആ അനിയത്തി സന്തോഷമായിട്ട് എൻ്റെ ഫോണിൽ കൂടെ പറയുക. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമായിട്ടുണ്ട്. അതുപോലെ ഉള്ളി കൊണ്ടാട്ടം ഞാൻ യൂട്യൂബ് ഇട്ടിട്ടുണ്ട്, കണ്ടു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവർക്ക് 75 വയസ്സായി, പണക്കാരിയാണ്, അവർക്ക് വില കൊടുത്ത് മേടിക്കുന്നവരാണ്. അവൾ പറയുക, എൻ്റെ 74ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഉള്ളി കൊണ്ടാട്ടം ഇടുക. ഇത്ര ഈസിയാണോ ഉള്ളി കൊണ്ടാട്ടം ഇടാനായിട്ട്? ഓ, ഇത്ര വർഷങ്ങൾ നമ്മൾ വിലയ്ക്കല്ലേ മേടിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തൊരു ടേസ്റ്റായത്, ചിലവേ ഇല്ല, സമയം പോയതേ അറിഞ്ഞില്ല, ഇത്ര ഈസിയാണോ? അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്കിന്നെ തുടർന്നതുപോലെ തന്നെ നമുക്കിടാം. പൈസ കിട്ടുന്നില്ല, പോട്ട്, കിട്ടുന്ന കാലത്ത് കിട്ടട്ടെ. പക്ഷെ കിട്ടിയാൽ ആദ്യം നിങ്ങളോട് ഞാൻ പറയാതിരിക്കത്തേ ഇല്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഉടനെ കിട്ടുമോ അതൊക്കെ കിട്ടുമോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാലേ ഉള്ളൂ എനിക്ക് പൈസ കിട്ടുന്ന കാര്യം. അത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇത്ര നേരം ക്ഷമയോടെ ഇരുന്ന് എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ് മക്കളെ, ബൈ.